ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവമായ കർത്താവിന് ഈ പ്രഭാതത്തിൽ മഹത്വവും ബഹുമാനവും സ്തുതിയും അർപ്പിക്കുന്നു. തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയം കഴിഞ്ഞ കാലങ്ങൾ പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. ഈ പ്രഭാതത്തിലും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മാനുഷിക നാമങ്ങൾ എന്നുള്ള വിഷയമാണ് അല്പമായിട്ട് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വപരമായിരിക്കുന്ന നാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യേശു എന്ന നാമം. യേശു എന്ന പേരിന് രക്ഷകൻ എന്നാണ് അർത്ഥം. പഴയ നിയമത്തിലെ ഹോശയ, യോശുവ എന്നീ നാമങ്ങൾ, ആ നാമങ്ങളുടെ ചെറിയ രൂപമാണ് യേശു. ഇസ്രയേൽ ധാരാളമായിട്ട് ഈ നാമങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഉപയോഗിച്ചിരുന്ന ഹോശയ, യോശുവ എന്നീ നാമങ്ങളുടെ ചെറിയ രൂപമാണ് യേശു എന്ന നാമം. യേശു എന്ന നാമം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പൊതുവായി ഉപയോഗിച്ചിരുന്ന ഒരു പേരാണ്. യേശു എന്ന നാമത്തിൽ ധാരാളം വ്യക്തികൾ കർത്താവായ യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് രണ്ട് വിഷയങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഒന്ന്, ബെർ യേശു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യഹൂദനും കള്ളപ്രവാചകനുമായിരിക്കുന്ന വിദ്വാനായിരുന്നു ഈ വ്യക്തി എന്ന് കാണാനായിട്ട് കഴിയും. രണ്ടാമത്, യുത്തോസ് എന്ന യേശു. കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഇങ്ങനെ അനേകം യേശു എന്ന പേരുള്ള വ്യക്തികളും അതുപോലെ യേശു എന്ന പേരിനോട് ചേർന്ന് മറ്റ് നാമങ്ങളുള്ള വ്യക്തികളും ഉണ്ടായിരുന്നതിനാൽ യേശു എന്ന നാമം ഒരു സർവ്വസാധാരണമായിരിക്കുന്ന നാമമായിരുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വപരമായിരിക്കുന്ന നാമങ്ങൾ ചിന്തിക്കുമ്പോൾ യേശു എന്ന നാമം അവിടുന്ന് ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് തെളിയിക്കുന്ന, വ്യക്തമായിട്ട് നമ്മെ ഗ്രഹിപ്പിക്കുന്ന ഒരു നാമം തന്നെയാണ്. രണ്ട്, അബ്രഹാമിൻ്റെ പുത്രൻ. അബ്രഹാമിൻ്റെ പുത്രൻ എന്നുള്ള നാമം മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാനായി കഴിയും. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ വിശ്വാസ വീരനായിരുന്നു, വിശ്വാസികളുടെ പിതാവായിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ബഹുമാനിക്കപ്പെടുന്ന ഒരു നാമമാണ് അബ്രഹാമിൻ്റെ നാമം. കാരണം ലോകത്തെ ഏറ്റവും കൂടുതലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികളും, 2-ാം സ്ഥാനത്തുള്ളതായിരിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളും, 3-ാമത് യഹൂദന്മാരും അബ്രഹാം ഞങ്ങളുടെ പിതാവാണ് എന്ന് പറഞ്ഞ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഈ ഗോത്രപിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെ മകനായി ജനിക്കുന്ന ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, ആ യാക്കോബിൽ നിന്നും 12 ഗോത്രങ്ങൾ, ആ ഗോത്രങ്ങളിൽ കൂടി കടന്നു വന്നതായിരിക്കുന്ന യഹൂദ ഗോത്രം, ആ ഗോത്രത്തിലാണ് വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ജനിക്കുന്നത്. ഗോത്രപിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹം അബ്രഹാമിൻ്റെ പുത്രൻ എന്നറിയപ്പെട്ടു. വിശ്വാസവീരനായിരിക്കുന്ന അബ്രഹാമിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ട് അറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ പുത്രനായി കർത്താവായിരിക്കുന്ന യേശു ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിൽ നിന്നും അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനും ഒരു ഗോത്രത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ ലോകത്തുണ്ടായിരുന്ന ഇപ്പോൾ ഉള്ളതുമായിരിക്കുന്ന ഇസ്രയേൽ എന്ന സമുദായത്തിൽ നിന്നും അവിടുന്ന് ഉത്ഭവിച്ചു വന്നു എന്നുള്ള കാര്യം പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. 3, ദാവീദിന്റെ പുത്രൻ. ഇസ്രയേൽ ഗോത്രങ്ങളിൽ യഹൂദ ഗോത്രം ആണല്ലോ രാജകുടുംബമായിട്ട് ദൈവം എല്ലാ നന്മകളും നൽകി അനുഗ്രഹിച്ചത്. ഈ ദാവീദിന്റെ കുടുംബം, യഹൂദ കുടുംബം, ആ യഹൂദ കുടുംബത്തിലാണ് ദാവീദ് ജനിക്കുന്നത്. യഹൂദയുടെ ഗോത്രത്തിൽ ദാവീദ് ജനിക്കുന്നു. അങ്ങനെ ദാവീദിന്റെ കുടുംബത്തിലാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ജനിക്കുന്നത്. യോസഫ് ദാവീദിന്റെ കുലത്തിലും കുടുംബത്തിലും പെട്ട വ്യക്തിയായിരുന്നു.
മറിയയും ഒരു വിധത്തിൽ രാജകീയ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഇങ്ങനെ വ്യക്തികളായിരുന്നതായിരിക്കുന്ന, അതായത് തൻ്റെ മാതാവും വളർത്തച്ഛനായിരിക്കുന്ന യോസഫും ദാവീദ് രാജാവിൻ്റെ വംശപാരമ്പര്യത്തിൽ നിന്ന് ഉത്ഭവിച്ച് വന്നവർ ആകയാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്നറിയപ്പെട്ടു. ദാവീദിന്റെ വംശത്തിൽ നിന്ന് തന്നെയാണ് അവിടെ നിന്ന് ഉത്ഭവിച്ച് വന്നത്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് അന്നുണ്ടായിരുന്ന ജനങ്ങൾ വിശ്വസിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ദാവീദ് പുത്ര, ഞാൻ എന്നോട് കരുണ തോന്നണമേ എന്ന് ധാരാളം പേർ കർത്താവിനെ വിളിച്ചതായിട്ട് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ദാവീദ് പുത്രനാണ്. മാത്രമല്ല, ദാവീദിന്റെ സിംഹാസനത്തിൽ അവിടുന്ന് രാജാവായിട്ട് വാഴുവാൻ തക്കവണ്ണം പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന സത്യമാണ്. ഇന്ന് പൽക്കാലം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു അവിടുന്ന് ദാവീദിന്റെ പുത്രനും അതുപോലെ അബ്രഹാമിന്റെ പുത്രനും മാത്രമല്ല, മൂന്നാമതായി അവിടുന്ന് മനുഷ്യപുത്രനും ആയിരുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സ്വയം തന്നെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. ധാരാളം തവണ കർത്താവായിരിക്കുന്ന യേശു തന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ ദൈവത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യപുത്രൻ എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം നാം ചിന്തിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു പാഠം തന്നെയാണ്. അതുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ മാനുഷിക നാമങ്ങൾ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഈ നാമങ്ങൾ കൂടി അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യൻ ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. കർത്താവായിരിക്കുന്ന യേശു സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമാണ്. നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം കന്യകയുടെ മകനായി ഈ ലോകത്തിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ, ഞാൻ മനുഷ്യപുത്രൻ എന്ന് അവകാശപ്പെട്ടവൻ, ഞാൻ ദാവീദിന്റെ പുത്രനാണെന്ന് അവകാശപ്പെട്ടവൻ, ഞാൻ അബ്രഹാം പിതാവിന്റെ കുടുംബത്തിൽ ഉണ്ടായവനും അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നവനുമാകുന്നു എന്ന് അവകാശപ്പെട്ടവൻ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന മനുഷ്യപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതുവരെയും ഈ മനുഷ്യപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് യഥാർത്ഥമായിരിക്കുന്ന പാപമോചനം താങ്കൾ പ്രാപിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, രക്തത്തിൽ സകല മനുഷ്യർക്കും പാപമോചനമുണ്ട്. ഈ പ്രഭാതത്തിൽ മനുഷ്യപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു നിങ്ങൾക്ക് എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.